ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങളിതേ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ സ്നേഹതീരം ബീച്ചിലോട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ശരിക്കും ഇത് പോകണമെന്ന് പ്ലാൻ ചെയ്ത് വന്നതല്ല, ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വിസിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുട്ടികളുടെ പാർക്ക് കളിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ യാതുമോൻ അതൊന്നും വേണ്ടായിരുന്നു. പിന്നെ ബീച്ചിലോട്ട് ആദ്യം ഇറങ്ങുമ്പോൾ ആൾ ചെരുപ്പൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. ഇറങ്ങാൻ ചെറിയൊരു മടിയൊക്കെ കാണിച്ചു. പിന്നെ ഇതാ കണ്ടോ, കാലൊക്കെ വെച്ച് നടക്കണം കണ്ടോ, മെല്ലെ പാൻറ്റൊക്കെ അയച്ചു കൊടുത്ത് ചെരുപ്പ് അയച്ചപ്പോൾ ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മോനെ സെറ്റായി. അതുകൂട്ടം ഭയങ്കര കളിയായിരുന്നു, ഓടിക്കളിയും. പിന്നെ അവന് കാലിലുള്ള മണ്ണും സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ചു മാമനും മോനും കൂടെ ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ഈവനിങ് ടൈമിലാണ് എത്തിയത്. അത് കഴിഞ്ഞ് അവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ കൈറ്റൊക്കെ ഇങ്ങനെ പറത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മമ്മിയും യാദുക്കുട്ടനും കൂടെ പോയിട്ട് കൈറ്റൊക്കെ പറത്തി. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ യാദുക്കുട്ടനും അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും അതേപോലെ പറയുകയാണ്, അതാണ് നിങ്ങൾക്ക് കേൾക്കണേ. അങ്ങനെ കൈറ്റും കാര്യങ്ങളൊക്കെ പറത്തി കഴിഞ്ഞ് യാദുക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ അവിടെ നിന്ന് ഒരു മിനറൽ വാട്ടറൊക്കെ വാങ്ങിച്ച് ചേഞ്ച് ചെയ്ത് കൊടുത്ത്. പിന്നെ ഈ ഒരു പൊട്ടറ്റോ ടിസ്റ്റർ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ചേച്ചി. അവിടെ നിന്ന് നമ്മളും ഓർഡർ ചെയ്തു. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവൻ അച്ചു പറഞ്ഞു ഒന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് നമുക്കത് വാങ്ങുന്ന ഗ്യാപ്പിൽ യാദുക്കുട്ടനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അച്ഛനും അമ്മയും കടല വറുത്തത് മതി എന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളിയായിരുന്നു. പ്രതീക്ഷിക്കാണ്ട് പോയെങ്കിലും നല്ലൊരു ടൈമിലെത്തി, നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ഒരു സാധനം ഐറ്റം കൊള്ളാട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴി നൈറ്റ് അവിടെ അടുത്തൊരു കുറച്ചും കൂടെ എത്താറായപ്പോൾ റെസ്റ്റോറൻറ്റ് പോയി. ആ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് എൻ്റെ മോനെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു കേട്ടോ. ആംബിയൻസ് മാത്രമല്ല, അതിനനുസരിച്ച് നല്ല ഫുഡും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ യാദുക്കുട്ടൻ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ ഞാൻ കുറച്ച് നേരം ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നു. സൂപ്പിൽ തുടങ്ങി. അങ്ങനെ ഒരാൾക്കാർക്ക് വേണ്ട ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് അതെല്ലാം കഴിച്ച് നമ്മളങ്ങനെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും അന്നത്തെ ഒരു നല്ലൊരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.